നമുക്കിന്നൊരു കോക്കനട്ട് റൈസ് വെക്കാം, തേങ്ങാച്ചോറ്. അതിനൊരു പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തന്നെ വേണം. വെളിച്ചെണ്ണ അതിൻ്റെ ഫ്ലേവർ, വേറെ സൺഫ്ലവർ ഒന്നും കൊള്ളത്തില്ല. വെളിച്ചെണ്ണയ്ക്ക് തേങ്ങാച്ചോറിന് വെളിച്ചെണ്ണ തന്നെ വേണം. അതൊഴിച്ച് പാൻ ചൂടായപ്പം നമ്മൾ കുറച്ച് കടുകിട്ടു, ഒരര സ്പൂൺ കടുകിട്ടു. കടുക് നല്ലതായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കടലപ്പരിപ്പ്, ചെന്നാടാൾ, ഒരു സ്പൂൺ ചെന്നാടാൾ ഇട്ടു. തീ സിമ്മേ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോയത്. സിമ്മേ വെച്ച് ചെന്നാടാൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു കുറച്ചൊരു ഉഴുന്ന് പരിപ്പ്, ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ടു. അത് വിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിക്കണം. അപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കും, ഒരു നല്ല ഫ്ലേവറിന്. വെളിച്ചെണ്ണ ഒഴിച്ചതാണ്, ഒരു ഫ്ലേവർ നല്ലതായിട്ട് കിട്ടിച്ചിട്ട് നെയ്യിൽ ഒഴിക്കാമെങ്കിൽ നല്ലൊരു മണമായിരിക്കും. നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് തീ സിമ്മേല ഇതെല്ലാം നല്ലതായിട്ട് മൂപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി നല്ല നീളത്തിലരിഞ്ഞ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകും. പച്ചമുളക് വേണമെങ്കിൽ ഒന്നുകൂടെ ഇടാം, നമ്മുടെ എരിക്കനുസരിച്ച് ഒരു പച്ചമുളകോട് വേണമെങ്കിലും ഇടാം. ഇഞ്ചി നല്ല ഒരു കഷ്ണം ഇഞ്ചി നല്ല നീളത്തിലരിഞ്ഞിട്ട് ആ ഇഞ്ചി അതിനകത്ത് കിടന്ന് മൊരിയണം. ആ ഇഞ്ചിയുടെ ഫ്ലേവർ വരണം. ഇഞ്ചി എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതായിട്ട് ആ എണ്ണയ്ക്കകത്ത് നെയ്ക്കകത്ത് ഇഞ്ചി നല്ലതായിട്ട് മൊരിയണം. തീ സിമ്മേ വെക്കുക. നല്ല മൊരിഞ്ഞ് നല്ല സ്മെല്ല് വരണം. ഒരു 2-3 മിനിറ്റ് ആകും. അത് കഴിയുമ്പോൾ കുറച്ച് പീനട്ട്, വേറുകടല, കപ്പലണ്ടി, നല്ല വറുത്ത കപ്പലണ്ടി, പച്ചയല്ല, നല്ല വറുത്ത കപ്പലണ്ടി ഒരു പൊടി ഞങ്ങളുടെ തോലിയൊന്നും കളയണ്ട. ഒരു പൊടി കപ്പലണ്ടി ഇടുക. വറുത്തതായിരിക്കണം, തോല് കളയണ്ട. കുറച്ച് ക്യാഷ്യും വറുത്തതാണ്, ഒന്ന് കടിക്കാൻ. കുറച്ച് ക്യാഷ്യൂ ഇട്ട് അത് നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു പിഞ്ച് കായം, ചുമ്മാ ഒരു ഫ്ലേവറിന്, കായത്തിൻ്റെ പൊടി പിഞ്ച് മതി ഒരു ഫ്ലേവറിന്. അതിട്ട് കഴിയുമ്പോൾ ഒരു 3/4 കപ്പ് തേങ്ങ ഞാൻ തിരുമ്മി വെച്ചേക്കുന്നത്. ആ 3/4 കപ്പ് തേങ്ങ തിരുമ്മിയിട്ട് നല്ലതായിട്ട് തേങ്ങ വറുത്തെടുക്കണം. ഇച്ചിരി ഉപ്പ് ഇടാം. ചോറിനകത്ത് ഉപ്പിട്ടാണെങ്കിൽ അതനുസരിച്ച് ഉപ്പിടാം. തേങ്ങ നല്ല ഒത്തിരി അങ്ങ് ബ്രൗൺ ആവരുത്. നമ്മൾ സമ്മന്തിക്ക് വറക്കുന്ന പോലെ ഒന്നും വറക്കണ്ട. തേങ്ങയുടെ ആ പച്ചമണം ഒന്ന് പോയാൽ മതി. ഒത്തിരി അങ്ങ് ബ്രൗൺ ആവണ്ട, ഇത്രയും മതി. ഇപ്പം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറ്, ഞാനൊരു 3/4 കപ്പ് അരി ഇട്ട ചോറ് വെച്ചാൽ 3 കപ്പ് ചോറുണ്ട്. ആ ചോറ് വടിച്ചെടുക്കണം. ഊറ്റിയ വെള്ളം പിടിച്ചിരിക്കും. കുറച്ച് ഉപ്പൂടിടാം. ചോറ് വടിച്ചെടുത്തിട്ട് അത് വിട്ട് ഇളക്കി കുറച്ച് മല്ലിയില മേലെ ഇടാം. നമ്മുടെ തേങ്ങാച്ചോറ് റെഡിയായി. നല്ല സ്മെല്ല്, നെയ്യും ഇഞ്ചിയും തേങ്ങയുടെ എല്ലാം കൂടെ നല്ല മണം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ തേങ്ങാച്ചോറ് റെഡിയായി. ഇതിന് പപ്പടമോ ഓംലെറ്റോ അച്ചാറോ ഉരുളക്കിഴങ്ങ് ഫ്രൈയോ എന്തെങ്കിലുമൊക്കെ, ഇങ്ങനെ ബ്രിഞ്ചാൾ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ വെച്ച് ലഞ്ചിന് നല്ല സൂപ്പറാണ് നമ്മുടെ തേങ്ങാ സാധനം. ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.